ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള സിനിമാ ചരിത്രം. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് 1895 1895 പാരീസിൽ വെച്ചായിരുന്നു. സഹോദരന്മാരായ അഗസ്തേ ലൂമിയയും ലൂയി ലൂമിയയുമാണ് ഈ പ്രദർശനം നടത്തിയത്. ഇവരാണ് സിനിമയുടെ പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. അഗസ്തേ ലൂമിയയും ലൂയി ലൂമിയയും. പിതാവ് ക്ലോഡ് അൻറായിൻ ലൂമിയർ ഒരു ഫോട്ടോഗ്രാഫിക് സ്ഥാപനം നടത്തിയിരുന്നു. ഇത് ഫോട്ടോഗ്രാഫിയിലുള്ള അവരുടെ കഴിവ് വളർത്തി. ക്യാമറയിലും പ്രൊജക്ടറിലും നിരവധി പരീക്ഷണങ്ങൾ നടത്തിയ അവർ നിരവധി പേർക്ക് ഒരേ സമയം കാണാവുന്ന ഒരു ചലച്ചിത്ര പ്രദർശന രീതി ആവിഷ്കരിച്ചു. സിനിമാറ്റോഗ്രാഫ് എന്നാണ് അവർ അതിനെ വിളിച്ചത്. 1895 ഫെബ്രുവരി 13 ലൂമിയർ സഹോദരന്മാർ തങ്ങളുടെ സിനിമാറ്റോഗ്രാഫിന് പേറ്റന്റ് നേടിയെടുത്തു. ഫാക്ടറിയിൽ നിന്ന് ജോലിക്കാർ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇതുപയോഗിച്ച് ആദ്യം ചിത്രീകരിച്ചത്. 1895 മാർച്ച് 19 ഇത്. 1895 ഡിസംബർ 28 പാരീസിൽ ലൂമിയർ സഹോദരന്മാർ തങ്ങളുടെ ചിത്രത്തിന്റെ ആദ്യ പൊതു പ്രദർശനം നടത്തിയത്. 10 ഹ്രസ്വ ചിത്രങ്ങളാണ് അന്ന് പ്രദർശിപ്പിച്ചത്. ഒരേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നതിന്റെ ദൃശ്യവും അവർ പ്രദർശിപ്പിച്ചു. ഇത് കണ്ട് ട്രെയിൻ തങ്ങളുടെ നേരെ പാഞ്ഞു വരികയാണെന്ന് ഭയന്ന് ആളുകൾ ചിതറി ഓടി. കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലും ചലച്ചിത്ര പ്രദർശനം ആരംഭിച്ചു. അപ്പൊ എന്നായിരുന്നു? 1896. ഓക്കെ. ലൂമിയർ സഹോദരന്മാരുടെ ഒരു സഹായിയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ ആയിരുന്നു പ്രദർശനം നടന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭമായപ്പോഴേക്കും ഇന്ത്യയിലെ ഒട്ടുമിക്ക പട്ടണങ്ങളിലും സിനിമാ പ്രദർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ചലിക്കുന്ന ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം നാടായ ഫ്രാൻസിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്ന ലൂമിയർ സഹോദരന്മാർ 1896 ജൂലൈയിൽ ബോംബെയിൽ എത്തി. ലണ്ടനിൽ അവരുടെ ചിത്രം കണ്ട ചില ബ്രിട്ടീഷുകാരാണ് ലൂമിയർ സഹോദരന്മാരെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ചലച്ചിത്രത്തിന്റെ ആദ്യ രൂപം ഇന്ത്യയിൽ ആദ്യമായി കാൽകുത്തുന്നത്. 1896 ജൂലൈ 7 ബോംബെയിലെ വാട്സൺ ഹോട്ടലിലെ ഊൺമുറിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത്. 1897 കൽക്കത്തയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ ചിത്രം ചിത്രീകരിച്ചത്. ജെയിംസ് ടീൻ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു അതിന്റെ നിർമ്മാതാവും സംവിധായകനും. ജെയിംസ് ടീന്. ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. 1910 ക്രിസ്തുവിന്റെ ചരിത്രം എന്ന ചിത്രം ബോംബെയിൽ വെച്ച് അദ്ദേഹം കാണാനിടയായി. അന്ന് മുതൽ ഒരു സിനിമ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനായി ജർമ്മനിയിൽ പോയി ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിച്ചു. ഒരു മൂവി ക്യാമറ വാങ്ങി തിരികെ എത്തിയ അദ്ദേഹം ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നിശബ്ദ ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. രാജ ഹരിശ്ചന്ദ്ര എന്ന ആ സിനിമയുടെ സംവിധായകൻ, ക്യാമറാമാൻ, ചിത്ര സംയോജകൻ ഒക്കെ ഫാൽക്കെ തന്നെയായിരുന്നു. 1912 ചിത്രീകരണം ആരംഭിച്ച ഈ സിനിമ പൂർത്തിയാക്കിയത് 1913 1913 മെയ് 3 ബോംബെയിലെ കൊറോണേഷൻ തിയേറ്ററിൽ ആണ് ആ നിശബ്ദ സിനിമയായ രാജ ഹരിശ്ചന്ദ്ര പ്രദർശിപ്പിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് 1906 ആയിരുന്നു. പോൾ വിൻസെന്റ് എന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ ഒരു ഫ്രഞ്ചുകാരനിൽ നിന്ന് വാങ്ങിയ ബയോസ്കോപ്പും ഫിലിമും ഉപയോഗിച്ചായിരുന്നു ആദ്യ പ്രദർശനം നടത്തിയത്. 1907 ഈ ബയോസ്കോപ്പ് KW ജോസഫ് എന്നയാൾ സ്വന്തമാക്കി. ആ വർഷത്തെ തൃശൂർ പൂരത്തിന് അദ്ദേഹം ചിത്ര പ്രദർശനം നടത്തി. കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്. കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദക്ഷിണേന്ത്യയൊട്ടാകെ ജോസഫ് ബയോസ്കോപ്പിക് പ്രദർശനങ്ങൾ നടത്തി. അദ്ദേഹമാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിന്റെ പിതാവ്? കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്. കേരളത്തിലെ ആദ്യ സിനിമാ പ്രദർശന കമ്പനിയായ റോയൽ എക്സിബിറ്റേഴ്സിന്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയായിരുന്നു. ആര്? കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്. ഈ കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ആദ്യകാല തിയേറ്ററുകളായ തൃശൂർ ജോസ്, കോഴിക്കോട് ഡേവിസൺ എന്നിവ സ്ഥാപിക്കപ്പെട്ടത്. രാജ ഹരിചന്ദ്ര സാമ്പത്തികമായി വിജയിക്കുകയും പിന്നീട് അതേ ജനസിലുള്ള
സിനിമകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ 1912 രാമചന്ദ്ര ഗോപാൽ ടൊർണേ എന്ന മറാത്തി സംവിധായകൻ ശ്രീ പുണ്ടലിക എന്നൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ പ്രദർശിപ്പിച്ചോ എന്നറിയില്ല. അതുകൊണ്ട് ആ സിനിമയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സിനിമ എന്ന വാദവുമുണ്ട്. 1928 നവംബർ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ വെളിച്ചം കണ്ടത്. ജോസഫ് ചെല്ലയ്യ ഡാനിയൽ എന്ന JC ഡാനിയൽ സൃഷ്ടിച്ച വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രമായിരുന്നു ആ സിനിമ. JC ഡാനിയൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന സ്റ്റുഡിയോയിൽ വെച്ചാണ് വിഗതകുമാരനിലെ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ ഇതായിരുന്നു. ഏത്? ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ്. 1928 നവംബർ മാസം 7-നായിരുന്നു തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ വിഗതകുമാരൻ ആദ്യമായി പ്രദർശിപ്പിച്ചത്. നായിക സരോജിനിയുടെ ഭാഗം അഭിനയിച്ചത് PK റോസിയും നായകൻ ചന്ദ്രകുമാറിന്റെ ഭാഗം അഭിനയിച്ചത് ഡാനിയേലും ആയിരുന്നു. വില്ലനായ ഭൂതനാഥന്റെ റോളിൽ ജോൺസണും, കൂടാതെ കമലം, മാസ്റ്റർ സുന്ദരരാജ്, ഡാനിയലിന്റെ മകൻ PK പരമേശ്വരൻ നായർ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചു. രക്ഷിതാക്കളെ വേർപിരിഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതകഥയാണ് വിഗതകുമാരന്റെ ഇതിവൃത്തം. നായകനും നായികയും തമ്മിലുള്ള ശൃംഗാര രംഗങ്ങൾ കണ്ട അന്നത്തെ യാഥാസ്ഥിതികരായ പ്രേക്ഷകർ രോഷാകുലരായി. ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ വെന്തുരുകപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ മേൽജാതിക്കാരിയായി അവതരിപ്പിച്ചതും അന്നത്തെ യാഥാസ്ഥിതികർക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല. മലയാള സിനിമയിലെ ആദ്യ നായിക റോസിയുടെ ചരിത്രത്തിലില്ലാത്ത ജീവിതമാണ് ഈ നോവൽ. വിഗതകുമാരൻ സിനിമയുടെ ആദ്യ പ്രദർശനം ദിവസം തന്നെ അപ്രതീക്ഷിതയായ റോസിയുടെ ജീവിതത്തിലേക്ക് ചരിത്രകാരന്റെ അന്വേഷണ കൗതുകത്തോടെ നോവലിസ്റ്റ് സഞ്ചരിക്കുന്നു. സിനിമയുടെ ആദ്യ പ്രദർശനം തന്നെ മുടങ്ങി. ശക്തമായ കല്ലേറിൽ തിയേറ്ററിന്റെ സ്ക്രീൻ കീറുകയും പ്രദർശനം നിർത്തേണ്ടി വരികയും ചെയ്തു. സാമ്പത്തികമായി വലിയ നഷ്ടം സംഭവിച്ച ഡാനിയൽ കന്യാകുമാരിയിലേക്ക് പോകുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. JC ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം വെള്ളിത്തിരയിലെത്തിയത് 1927 ഒക്ടോബറിലായിരുന്നു. ദി ജാസ് സിംഗർ എന്ന അമേരിക്കൻ സംഗീത ചിത്രം സംവിധാനം ചെയ്തത് അലൻ ക്രോസ്ലാൻഡ് ആയിരുന്നു. ഇപ്പോഴുള്ള നിർമ്മാണ രംഗത്തെ അധികായന്മാരായ വാർണർ ബ്രദേഴ്സ് ആയിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. അതോടെ സംസാര ചിത്രങ്ങളുടെ കാലഘട്ടം ആരംഭിച്ചു. 1938 ആണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം പ്രദർശനം ആരംഭിച്ചത്. ഇത് മലയാളത്തിലുണ്ടായ മൂന്നാമത്തെ ചിത്രമായിരുന്നു. വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും നിശബ്ദ ചിത്രങ്ങളായിരുന്നു. സുന്ദരം നായരുടെ വിധിയും മിസിസ് നായരും എന്ന ചെറുകഥയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ രചിച്ചത് മുതുകുളം രാഘവൻ പിള്ളയായിരുന്നു. ബാലൻ എന്ന പേരിൽ ഈ സിനിമ സംവിധാനം ചെയ്തത് തെച്ചുകാന്ത് നെട്ടാണി എന്നയാളായിരുന്നു. ബാലൻ കൊച്ചിയിലെ സെലക്ട് ടാക്കീസിൽ 1938 ജനുവരി 19-നായിരുന്നു ആദ്യ പ്രദർശനം. ഗുഡ് ലക്ക് എന്ന ഇംഗ്ലീഷ് ഉപചാര വാക്കോടെയാണ് ബാലൻ പ്രദർശനം ആരംഭിച്ചത്. 23ഓളം ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. ബാലനു ശേഷം 1940 ജ്ഞാനാംബിക എന്ന കുടുംബ ചിത്രവും 1941 പ്രഹ്ലാദ എന്ന പുരാണ ചിത്രവും റിലീസായി. എന്നാൽ ഈ ചിത്രങ്ങളൊക്കെയും സാമ്പത്തിക പരാജയങ്ങളായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും അവഗണിക്കാനാവാത്ത ഉദയ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചത് 1947-ലായിരുന്നു. മറ്റൊരു പ്രശസ്ത സ്റ്റുഡിയോ ആയ മെറിലാൻഡ് സ്ഥാപിക്കപ്പെട്ടത് 1948-ലും. ഈ രണ്ട് സ്റ്റുഡിയോകളിലൂടെ മലയാളികൾക്ക് ഒട്ടനവധി സിനിമകൾ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. ഉദയ നിർമ്മിച്ച ആദ്യ ചിത്രമായ വെള്ളി നക്ഷത്രത്തിൽ നായികയായി അഭിനയിച്ചത് S. കുമാരിയായിരുന്നു. അതിനുശേഷം മലയാള സിനിമയിൽ ചലച്ചിത്രങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. നല്ല തങ്ക, സ്ത്രീ, പ്രസന്ന, ചന്ദ്രിക, ജീവിത നൗക, വനമാല, ആത്മസഖി, വിശപ്പിന്റെ വിളി, കാഞ്ചന തുടങ്ങിയ നിരവധി സിനിമകൾ. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിനർഹൻ ശ്രീ തിക്കുറിശി സുകുമാരൻ നായരായിരുന്നു. 1951 പുറത്തിറങ്ങിയ
ജീവിത നൗകയാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ. 1951 പുറത്തിറങ്ങിയ ജീവിത നൗക മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ. മലയാള സിനിമയിലെ നാഴികക്കല്ലായ നീലക്കുയിൽ പുറത്തിറങ്ങിയത് 1954 ഈ ചിത്രം സംവിധാനം ചെയ്തത് പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ്. തിരക്കഥ, ഛായാഗ്രഹണം, ഗാനങ്ങൾ, കലാസംവിധാനം തുടങ്ങി മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ചിത്രമായിരുന്നു നീലക്കുയിൽ. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചിത്രം എന്ന ബഹുമതിയും നീലക്കുയിലിന് സ്വന്തം. മികച്ച മലയാള ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ വെള്ളി മെഡലാണ് ചിത്രം നേടിയത്. തിക്കുറിശ്ശി നായകനായ ഈ സിനിമ ഒരുപാട് നാളുകൾ നിറഞ്ഞ സദസ്സിൽ മലയാളക്കരയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. നായക നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ തുടങ്ങി സകല മേഖലകളിലും വെന്നിക്കുടി പാറിച്ച വ്യക്തിയായിരുന്നു തിക്കുറിശ്ശി സുകുമാരൻ നായർ. ഓക്കെ. 1952 പുറത്തു വന്ന ആത്മസഖി എന്ന ചിത്രത്തിലാണ് ശ്രീ സത്യൻ അഭിനയ രംഗത്ത് കടന്നു വന്നത്. അതേ വർഷം തന്നെ ഇറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെ ശ്രീ നസീറും സിനിമയിലെത്തി. അതോടെ സത്യൻ നസീർ യുഗത്തിന്റെ ആരംഭമാകുകയായിരുന്നു. ആദ്യകാല നായകന്മാരായിരുന്ന ലളിത, പത്മിനി, രാഗിണിമാരും പിന്നീട് ഷീലയും ജയഭാരതിയും ശാരദയും ഒക്കെ മലയാള പ്രേക്ഷകരുടെ മനം കവർന്ന നായികമാരായി മാറി. പി ഭാസ്കരൻ, വയലാറ്, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, ശ്രീകുമാരൻ തമ്പി, ദക്ഷിണമൂർത്തി തുടങ്ങിയ രചയിതാക്കളും സംഗീത സംവിധായകരും ഒപ്പം യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ, കമുകറ പുരുഷോത്തമൻ, പി ലീല, സുശീല, എസ് ജാനകി തുടങ്ങിയ ഗായകരും ഒക്കെ കൂടി മലയാളികൾക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വിധം ഗംഭീരങ്ങളായ ഗാനങ്ങളും സമ്മാനിച്ചു. പ്രസിദ്ധമായ സാഹിത്യകൃതികളുടെ ആവിഷ്കാരങ്ങളായിരുന്നു അക്കാലയളവുകളിലെ മലയാള സിനിമകൾ ബഹുഭൂരിപക്ഷവും. ഓടയിൽ നിന്ന്, മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്, അങ്ങനെ പല പല ചിത്രങ്ങൾ. 1961 പുറത്തിറങ്ങിയ കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യ കളർ ചിത്രം. തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിന് അതേ പേരുള്ള സിനിമാവിഷ്കാരമായിരുന്നു രാമു കാര്യാട് സംവിധാനം ചെയ്ത മധു, സത്യൻ, ഷീല എന്നിവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചലച്ചിത്രം. ഓക്കെ. മലയാളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ വർണ്ണ ചിത്രം ഏതാണ്? കണ്ടം വെച്ച കോട്ടാണ്. കണ്ടം വെച്ച കോട്ടം. സംവിധാനം TR സുന്ദരം. ഈ ചിത്രത്തിന് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ ലഭിക്കുകയുണ്ടായി. മലയാളത്തിലെ സകല പതിവുകളും തെറ്റിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഓളവും തീരവും. MTയുടെ തിരക്കഥയെ ആസ്പദമാക്കി PN മേനോൻ സംവിധാനം ചെയ്ത് 1970 ഫെബ്രുവരി 27 റിലീസായ ഈ സിനിമ മലയാള സിനിമയിലെ ആദ്യത്തെ ആധുനിക സിനിമ എന്ന വിശേഷണത്തിന് അർഹമായ ഒന്നായിരുന്നു. ഓളവും തീരവും. ഓക്കെ. കഥാസംഭാഷണം MT വാസുദേവൻ നായർ. ഗാനങ്ങൾ P ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, നിർമ്മാണം PA ബക്കർ, സംവിധാനം PN മേനോന്. ഓക്കെ. അഭിനയിക്കുന്നവർ മധു, അതുപോലെ ഉഷ. പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ തുടങ്ങിയ പ്രഗത്ഭരിലൂടെ സമാന്തര സിനിമകൾ എന്ന വിളിപ്പേരിൽ ക്ലാസിക്കുകളായ സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. സ്വയംവരം, നിർമാല്യം തുടങ്ങിയ അതിപ്രശസ്ത ചിത്രങ്ങൾ 70കളിൽ പിറവിയെടുത്തതാണ്. ഭരതൻ, പത്മരാജൻ തുടങ്ങിയ ജീനിയസ് സംവിധായകന്മാരും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് ഇക്കാലയളവുകളിലാണ്. 70കളുടെ അവസാനം മുതൽ 80കളുടെ അവസാനം വരെയുള്ള കാലഘട്ടമാണ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമകളും സംവിധായകരും അഭിനേതാക്കളും ഒക്കെ ഉണ്ടായത് ഇക്കാലയളവിലാണ്. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നെടുന്തൂണുകളായ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ അഭിനേതാക്കളും നിലയുറപ്പിച്ചതും ഇക്കാലയളവിൽ തന്നെയായിരുന്നു. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, KG ജോർജ്, ശ്രീനിവാസൻ, IV ശശി, ഫാസിൽ, ബാലചന്ദ്ര മേനോൻ, സിദ്ദീഖ് ലാല്, ഷാജി കൈലാസ് തുടങ്ങിയ എണ്ണം പറഞ്ഞ സംവിധായകരും, ലോഹിതദാസ്, രഘുനാഥ് പലേരി, T ദാമോദരൻ
എൻ സ്വാമി തുടങ്ങിയ തിരക്കഥാകൃത്തുക്കളും ഒക്കെ കൂടി മലയാള സിനിമയെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിച്ചു. മലയാള സിനിമയ്ക്കും മലയാള സിനിമയിലെ അഭിനേതാക്കൾക്കും കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മലയാളത്തിന് ആദ്യം സമ്മാനിച്ചത് നിർമ്മാല്യത്തിലെ അഭിനയ മികവിലൂടെ PJ ആന്റണി ആയിരുന്നു. പിന്നീട് ഭരത് ഗോപി, ബാലൻ K നായർ, പ്രേംജി, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ബാലചന്ദ്ര മേനോൻ, മുരളി, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരും ദേശീയ ബഹുമതികൾക്ക് അർഹരായി. ശാരദയ്ക്ക് 2 വട്ടം മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മോനിഷ, ശോഭന, സുരഭി തുടങ്ങിയ നടികളും ഈ അവാർഡുകൾക്ക് അർഹമായിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ 70mm ചിത്രം പുറത്തിറങ്ങിയത് മലയാള ഭാഷയിലായിരുന്നു. 1982 പുറത്തിറങ്ങിയ പടയോട്ടം എന്ന ചിത്രമായിരുന്നു അത്. 1982 പടയോട്ടം. ഇന്ത്യൻ ഭാഷയിൽ തന്നെ ആദ്യമായി ത്രിമാന ചിത്രം ഇറങ്ങിയത് മലയാളത്തിലായിരുന്നു. 1984 പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3D ചിത്രം സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസ് ആയിരുന്നു. ഇന്ന് മലയാള ചലച്ചിത്ര മേഖല വിപ്ലവകരമായ മാറ്റങ്ങൾക്കു നടുവിലാണ്. വെറും ഒരു പ്രാദേശിക ഭാഷാ വിഭാഗമായിട്ടുകൂടി 150 കോടി രൂപയ്ക്ക് മേൽ കളക്ഷൻ ഉണ്ടാകുന്ന വിധം മലയാള സിനിമയും അഭിനേതാക്കളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ ഏതു പ്രാദേശിക ഭാഷ ചിത്രങ്ങളെ വെച്ച് നോക്കിയാലും ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തോടെയും മനോഹരമായും ചലച്ചിത്രങ്ങൾ പിറവിയെടുക്കുന്ന ചലച്ചിത്ര മേഖല മലയാള സിനിമ തന്നെയാണ്. വിശ്വപ്രസിദ്ധമായ പല ചലച്ചിത്ര മേളകൾക്കും മലയാള ചിത്രങ്ങൾ അവിഭാജ്യ ഘടകങ്ങളാണ്. നമ്മുടെ സിനിമയും അത് ഉയർത്തുന്ന പ്രശസ്തിയും ഇനിയും കാലങ്ങൾ മുന്നിലേക്ക് തന്നെ സഞ്ചരിക്കാം. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2023-24 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാന മികവിൽ പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം. ചിത്രത്തിൽ ജെയിംസായും സുന്ദരമായും പകർന്നാടിയ മമ്മൂട്ടി പുരസ്കാരം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. രേഖ എന്ന ചിത്രത്തിലൂടെ വിൻസി അലോഷ്യസ് മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മമ്മൂട്ടിക്ക് അവസാന നിമിഷം വെല്ലുവിളിയായ നാ താൻ കേസ് കൊടു എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ കുഞ്ചാക്കോ ബോബനും ഉണ്ടായിരുന്നു. എന്നാൽ മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശമാണ് കുഞ്ചാക്കോ ബോബന് ലഭിച്ചത്. അപ്പൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അലൻസിയറിനും മികച്ച നടനുള്ള പ്രത്യേക പുരസ്കാരം നേടി. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം TP കുഞ്ഞികൃഷ്ണനും നാ താൻ കേസ് കൊടു. സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ദേവി വർമ്മയും സൗദി വെള്ളക്ക നേടി. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നൻപകൽ നേരത്ത് മയക്കം നേടിയപ്പോൾ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറിയിപ്പ് എന്ന ചിത്രത്തിലൂടെ മഹേഷ് നാരായണനാണ്. മികച്ച കഥാകൃത്ത് കമൽ KM, പട. മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, എന്നാ താൻ കേസ് കൊടു എന്നിവരാണ് മറ്റ് പ്രധാന പുരസ്കാര ജേതാക്കൾ. ഇത് 6ാം തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തുന്നത്. നേരത്തെ അടിയൊഴുക്കുകൾ 1984, യാത്ര, നിറക്കൂട്ട് 1985, ഒരു വടക്കൻ വീരഗാഥ മൃഗയ്യ മഹായാനം 1989, വിധേയൻ, പൊന്തന്മാട, വാത്സല്യം 1993, കാഴ്ച 2004, പാലേരി മാണിക്യം 2009 തുടങ്ങിയ ചിത്രങ്ങൾക്കാണ് നേരത്തെ മമ്മൂട്ടിക്ക് പുരസ്കാരം പ്രഖ്യാപിച്ചത്. അഹിംസ എന്ന ചിത്രത്തിന് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരവും യാത്ര, നിറക്കൂട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശവും മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റ് അവാർഡുകൾ 19ാം നൂറ്റാണ്ടിലെ ഗാനത്തിലൂടെ മൃദുല മികച്ച പിന്നണി ഗായികയായപ്പോൾ കപിലനാണ് മികച്ച ഗായകൻ. ജനപ്രീതിയും കലാമൂല്യവുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക പുരസ്കാരത്തിന് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത നാ താൻ കേസ് കൊടു അർഹമായി. പല്ലൊട്ടി 90s കിഡ്സ് ആണ് മികച്ച കുട്ടികളുടെ ചിത്രം. ശബ്ദ രൂപകൽപ്പന അജയൻ അഡാട്ട്.
ഇലവീഴ പൂജിറ. വസ്ത്രാലങ്കാരം മഞ്ജുഷ. മികച്ച കലാസംവിധായകൻ ആരാണ്? ജ്യോതിഷ് ശങ്കർ ആണ്. എന്നാ താൻ കേസ് കൊട്. മികച്ച ചിത്ര സംയോജകൻ നിഷാദ് യൂസഫ്. തല്ലുമാല. ഇലവീഴ പൂഞ്ചിറയിലൂടെ ഷാഹി കബീർ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി. സംവിധാനത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം 2 പേർക്ക് ലഭിച്ചു. വിശ്വസജിത്ത് എസ്, രാരിഷ് എസ് എന്നിവർക്കാണ് പുരസ്കാരം. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ശ്രുതി ശരണ്യയും അർഹയായി. ചിത്രം B32 മുതൽ 42 വരെ. വനിതാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പൗളി വത്സനാണ്. പൗളി വത്സൻ, സൗദി വെള്ളയ്ക്ക. മികച്ച പുരുഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശോഭി തിലകൻ, 19-ാം നൂറ്റാണ്ട്. മികച്ച വിഷ്വൽ എഫക്ട് അനീഷ് ഡി സുമേഷ് ഗോപാല്, വഴക്ക്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം CS വെങ്കടേശ്വരൻ. സിനിമയുടെ ഭാവനാദേശങ്ങളാണ് CS വെങ്കടേശ്വരന്റെ ഗ്രന്ഥം, ചലച്ചിത്ര ഗ്രന്ഥം. മികച്ച ചലച്ചിത്ര ലേഖനം സാബു പ്രവദാസ്. ഓക്കെ, അടുത്തത് JC ഡാനിയൽ അവാർഡാണ്. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി കേരള സർക്കാരിന് കീഴിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് JC ഡാനിയൽ അവാർഡ്. നിർമ്മാതാവും വിതരണക്കാരനുമായ TE വാസുദേവനാണ് പ്രഥമ പുരസ്കാരം നേടിയത്. സാംസ്കാരിക വകുപ്പ് പ്രത്യേകം നിയമിക്കുന്ന ജൂറിയാണ് എല്ലാ വർഷവും പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. സാംസ്കാരിക വകുപ്പ് പ്രത്യേകം നിയമിക്കുന്ന ജൂറിയാണ് എല്ലാ വർഷവും പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. 2018 വിവരങ്ങൾ പ്രകാരം പുരസ്കാര ജേതാവിന് 1 മൊമെന്റോയും പ്രശസ്തി ഫലകവും ഒപ്പം 5 ലക്ഷം രൂപയും $78,800 രൂപയുമാണ് ലഭിക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിതരണം ചെയ്യുന്ന അതേ വേദിയിൽ വെച്ച് തന്നെയാണ് JC ഡാനിയൽ പുരസ്കാരവും നൽകുന്നത്. 1997 വരെ സാംസ്കാരിക വകുപ്പ് നേരിട്ടാണ് ജേതാവിനെ തിരഞ്ഞെടുത്ത് പുരസ്കാരം നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുകയും പുരസ്കാര നിർണയം അക്കാദമിയുടെ ചുമതലയാക്കി മാറ്റുകയും ചെയ്തു. JC ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച മലയാള സിനിമ സെല്ലുലോയിഡ്, സംവിധാനം കമല്. പുരസ്കാരം നേടിയത് 2019 ഹരിഹരൻ, 2020 P ജയചന്ദ്രൻ, 2021 KP കുമാരൻ, 2022 TV ചന്ദ്രൻ. Thank you so much for listening me. We'll see you next video. Bye.